ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിസ ഫോർ സ്റ്റഡി. +2 കഴിഞ്ഞ് നല്ലൊരു ശതമാനം കുട്ടികളുടെ ആഗ്രഹം എനിക്കൊരു ഡോക്ടർ ആവണം, MBBS പഠിക്കണം എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBBS പഠന മേഖലകളെ കുറിച്ച് ആണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് ആണ്. സോ സാറിനോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സർ, ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് MBBS പഠിക്കാനായിട്ട് എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നത്? ഇന്ത്യയിൽ പരിമിതമായ സീറ്റുകൾ മാത്രമേ MBBSന് ഈ വർഷം എല്ലാ വർഷവും ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ വിദേശത്ത് പോകാൻ നിർബന്ധിതരായിത്തീരുകയാണ്. നീറ്റ് മെയ് 5 നടന്ന നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൽ 24 lakhs കുട്ടികളാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നും നീറ്റ് എക്സാം എഴുതിയത്. അതിൽ കേരളത്തിൽ നിന്നും 1,45,000 കുട്ടികൾ നീറ്റ് എക്സാം എഴുതി. നീറ്റ് എക്സാം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള MBBS, BDS പോലെയുള്ള കോഴ്സുകൾക്ക് സെലക്ഷനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എന്നാൽ ഇന്ത്യയിലാകെയുള്ള മെഡിക്കൽ സീറ്റുകൾ, MBBS സീറ്റുകൾ 1,09,000 മാത്രമാണ്. കേരളത്തിൽ 3,182 സീറ്റുകൾ മാത്രമാണ് പ്രൈവറ്റിലും ഗവൺമെൻറ്റിലും ലഭിക്കുക. ഈ സമയത്ത് 1,40,000 കുട്ടികൾ എഴുതിയ കേരളത്തിൽ നിന്നും 3,182 കുട്ടികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ MBBS പഠിക്കണമെങ്കിൽ വിദേശ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ അഭയം പ്രാപിച്ചേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ പോകുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് അഫോർഡബിൾ ഫീസാണ് വിദേശ രാജ്യങ്ങളിലെ MBBS പ്രോഗ്രാമുകൾക്ക് അതാത് യൂണിവേഴ്സിറ്റികൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾക്ക് ഫീസ് കുറവാണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കേണ്ട MBBS പഠിക്കുന്ന കുട്ടികൾ 2.5 lakhs മുതൽ 24 lakhs വരെ നിലവിൽ ഫീസ് പേ ചെയ്യുന്നുണ്ട് പെർ ഇയർ. എന്നാൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് MBBS അഡ്മിഷൻ പെർ ഇയർ ഫീസ് 2.5 lakhs മുതൽ 9 lakhs വരെയാണ് മാക്സിമം പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഫീസുമായിട്ട് നോക്കുമ്പോൾ ഇയർലി ഫീസ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് കുറവാണ്. ഇയർലി ഫീസ് മാത്രമല്ല, അവരുടെ മറ്റ് അക്കമഡേഷൻ, ഫുഡ്, ട്രാവൽ, ഇൻഷുറൻസ്, മൊബൈൽ ചാർജസ് എല്ലാം കൂടി കൂട്ടിയാൽ പോലും ഇന്ത്യയിലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിക്കുന്ന കോസ്റ്റോ അതിൽ താഴെ അവർ പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നതും വിദേശ രാജ്യങ്ങളിലേക്ക് MBBS പഠിക്കാൻ വേണ്ടി മൂവ് ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മറ്റൊരു ഫാക്ടർ MBBS വിദേശത്ത് പഠിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യാൻ കാരണം ലൈഫിൽ ജോബും സെറ്റിൽമെൻറ്റും നേടിക്കൊണ്ട് ആ പോകുന്ന രാജ്യങ്ങളിലോ മറ്റ് യൂറോപ്യൻ UK പോലെയുള്ള രാജ്യങ്ങളിലോ ജോബിലേക്ക് മാറി ഫാമിലിയായി സെറ്റിലായി പെർമനന്റ് റെസിഡൻ്റായി സിറ്റിസൺഷിപ്പിലേക്ക് പോലും മാറേണ്ട ഓപ്ഷൻസ് ലഭിക്കുന്നു. അതേസമയത്ത് ഇന്ത്യയിൽ MBBS ചെയ്യുന്നവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഒന്നെങ്കിൽ വീണ്ടും PG പ്രോഗ്രാമിന് MS പോലെ MD പോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് പോവുകയും ആ പോകുന്നതിന് ഇംഗ്ലീഷിൻ്റെ ഹൈ ലെവൽ ഓഫ് ഇംഗ്ലീഷ് 7 IELTS സ്കോർ ആൻഡ് അബോവ് ലഭിക്കുകയും പ്ലാബ് അതുപോലെയുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ അവർക്ക് UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതും MBBS അണ്ടർ ഗ്രാജുവേറ്റ് തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുവാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. MBBS അബ്രോഡ് പഠിക്കുന്നവർക്ക് അതാത് രാജ്യങ്ങളിൽ നല്ല സാലറിയിൽ ജോബിൽ കയറാൻ കഴിയുന്നു എന്നുള്ളതും ഒരു അട്രാക്ഷനാണ്. ലൈഫിൽ സെറ്റിലാവാനും മൾട്ടിനാഷണൽ കൾച്ചർ പരിചയപ്പെടുവാനും ബെറ്റർ ലിവിങ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാനും അവരുടെ ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് നല്ല എഡ്യൂക്കേഷനോടുകൂടി വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ഈ MBBS ഡയറക്റ്റ് പോയി വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. സർ, ഒരു ഡോക്ടർ ആകണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് MBBS എടുക്കാം, അതുപോലെ തന്നെ വിദേശത്തു നിന്നും MBBS എടുക്കാം. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ത്യൻ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ കോഴ്സ് തന്നെയാണ് വിദേശത്ത് ലഭിക്കുക. ചിലപ്പോൾ കരിക്കുലം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കരിക്കുലം വിദേശത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോളോ ചെയ്യുന്നില്ല. US കരിക്കുലം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഫിലിപ്പൈൻസിലും അതുപോലെ ബൾഗേറിയയിലുമൊക്കെ ജോർജിയയിലുമൊക്കെ ലഭ്യമാണ്. യൂറോപ്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് യൂറോപ്പിൽ കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ ചൈനീസ് കരിക്കുലം ഫോളോ ചെയ്യുന്ന ചൈനീസ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ ഓപ്ഷൻസ് നോക്കി അതാത് രാജ്യങ്ങളിൽ സെറ്റിലാകാൻ വേണ്ടി US പോകുന്നവർ ഏതർ ഫിലിപ്പൈൻസിൽ പോയി USMLE പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ കൂടി ഒന്നിച്ച് പഠിപ്പിക്കുന്ന MBBS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയും US മൂവ് ചെയ്ത് അവർ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. യൂറോപ്പിൽ പഠിക്കുന്നവർ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാനോ UK മൂവ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂറോപ്യൻ കരിക്കുലമായിരിക്കും ഫോക്കസ് ചെയ്യുക. മറ്റൊരു വ്യത്യാസം, ഇന്ത്യൻ MBBS എന്ന് പറയുന്നത്
നോർമലി 5.5 ഇയേഴ്സിൽ തീരുന്നതാണ്, ഹൗസ് സർജൻസി അടക്കം. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ 6 വർഷമോ ചില രാജ്യങ്ങളിൽ 7 വർഷം വരെ, ഈജിപ്ത് പോലെയുള്ളിടത്ത് 7 വർഷം വരെയുള്ള MBBS പഠനം ആവശ്യമാണ് അവരുടെ ഡിഗ്രി ലഭിക്കുവാൻ. ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസവും എബ്രോഡ് MBBS വിദ്യാഭ്യാസവും തമ്മിലുള്ള മേജറായിട്ടുള്ള ഡിഫറൻസസ്. സർ, അങ്ങനെയാണെങ്കിൽ വിദേശത്തെ MBBS പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? എബ്രോഡ് മെയിനായിട്ട് പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, MBBSന് അഡ്മിഷൻ ലഭിച്ച് തിരികെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നീറ്റ് എഴുതി എലിജിബിലിറ്റി നേടിയിരിക്കണം. നീറ്റിൻ്റെ സ്കോർ ഔട്ട് ഓഫ് 720 ആണ്. അതിൽ ലാസ്റ്റ് ഇയർ 2023 137 ആയിരുന്നു അവരുടെ സ്കോർ. 137 തന്നെയായിരിക്കും 2024 എന്ന് വിചാരിക്കുന്നു. ആ നീറ്റ് എലിജിബിലിറ്റി ലഭിച്ചവർക്ക് MBBS അഡ്മിഷൻ എബ്രോഡ് യൂണിവേഴ്സിറ്റികളിൽ ലഭിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റികൾ തന്നെ, എബ്രോഡ് യൂണിവേഴ്സിറ്റികൾ തന്നെ WHO അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന, മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ആ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് തിരികെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ നിർബന്ധമായും നീറ്റ് എലിജിബിൾ ആയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പിലുള്ള +2 വരെയുള്ള എഡ്യൂക്കേഷനാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ സ്കോറിനെ പറ്റി പറയുമ്പോൾ മെറിറ്റ്സിൽ ആണ് അഡ്മിഷൻസ് ലഭിക്കുക. 50% ആൻഡ് എബോവ് ഉള്ളവർക്ക് നോർമലി വിദേശ വിദ്യാഭ്യാസത്തിന് MBBS അഡ്മിഷൻ ലഭിക്കാറുണ്ട്. IELTS ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വരിക. IELTS നോർമലി യൂണിവേഴ്സിറ്റികളുടെ, എബ്രോഡ് യൂണിവേഴ്സിറ്റികളുടെ ബ്രോഷറിൽ നോക്കിയാൽ IELTS 6 6.5 ആവശ്യമുണ്ടെന്ന് കാണാം. എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ അവർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് എക്സംഷനാണ്. അപ്പോൾ IELTS ഇല്ലാതെ MBBSന്, വിദേശ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് ഇന്ത്യയിൽ നിന്ന് പോയി ജോയിൻ ചെയ്യാൻ കഴിയും. വിദേശ MBBS പഠനത്തിന് നോർമലി എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമായിട്ട് വരാറില്ല. അതുപോലെ മിനിമം സ്കോർ ചോദിക്കുന്നില്ല മാർക്സിൻ്റെ. അതോടൊപ്പം തന്നെ നീറ്റ് എഴുതിയവർക്ക്, അപ്പോൾ അവരുടെ എലിജിബിലിറ്റി കഴിഞ്ഞ വർഷം എഴുതിയവർക്കും ഈ വർഷത്തെ അഡ്മിഷന് പോകാമെന്നാണ്. 2023 പാസ്സായവർക്ക് 2 ഇയേഴ്സാണ് നീറ്റിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം പാസ്സാവുന്നവർക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ 2025 അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ ഏജ് ഒരു ഫാക്ടറായിട്ട് പറയുന്നില്ല. ഇത്ര ഏജിനുള്ളിൽ അഡ്മിഷൻ എടുത്തിരിക്കണമെന്ന് വിദേശ യൂണിവേഴ്സിറ്റികൾ പറയുന്നില്ല. അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പോളിസിയാണ് MBBSന് വിദേശ വിദ്യാഭ്യാസ സർവകലാശാലകൾ സ്വീകരിച്ചിട്ടുള്ളത്. സോ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, വിദേശത്ത് നിന്ന് MBBS പഠിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? എബ്രോഡിൽ നിന്നും MBBS പൂർത്തിയാക്കി കുട്ടികൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാം. ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുവാൻ അവിടുത്തെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് അവിടെ പ്രാക്ടീസോടുകൂടി ജോബിൽ കയറാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് MBBS എബ്രോഡ് പഠിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നീറ്റ് എഴുതി പോയവർക്ക് തിരികെ വന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ഉള്ള പെർമിഷൻ ഉണ്ടാവും. അവർ ഒരു പുതിയ ടെസ്റ്റ് എഴുതണം. നേരത്തെ ഉണ്ടായിരുന്ന ടെസ്റ്റ് FMGE ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ അബോളിഷ്ഡ് ആണ്. അതിന് പകരം അവർ എഴുതേണ്ടത് എക്സാമിൻ്റെ പേരാണ് നെക്സ്റ്റ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. ഇതെഴുതി പാസ്സാകുന്നവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. 2024 ഏപ്രിൽ മുതൽ ഈ റൂള് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ബാധകമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ചാലും വിദേശത്ത് പഠിച്ചാലും ഇനി MBBS പഠനം ഒന്ന് തന്നെയാണ്. 2 ഫോറിൻ ഗ്രാജുവേറ്റ്സും ഇന്ത്യൻ ഗ്രാജുവേറ്റ്സും മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഈ നെക്സ്റ്റ് എക്സാം എഴുതി എലിജിബിലിറ്റി പ്രൂവ് ചെയ്തതിന് ശേഷം വേണം ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും. അതുപോലെ ഈ നെക്സ്റ്റ് എഴുതുന്നവർ ഇനിയും മുതൽ നീറ്റ് PG എഴുതേണ്ടതില്ല എന്നുള്ള ഒരു റൂൾ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട്. നീറ്റ് PG എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ MS, MD തുടങ്ങിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ളതാണ്. അതും ഇനിയും മുതൽ അബോളിഷ്ഡ് ആണ്. നെക്സ്റ്റ് എക്സാമിലൂടെ അവരുടെ എലിജിബിലിറ്റി നിശ്ചയിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യയിൽ വന്ന് തിരികെ പ്രാക്ടീസ് ചെയ്യുന്നതിന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ല. എന്നാൽ നെക്സ്റ്റ് എക്സാം ടഫാണോ എന്നുള്ള ചോദ്യം സാധാരണ കേൾക്കാറുണ്ട്. നെക്സ്റ്റ് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. ലാസ്റ്റ് ഇയറിലെ പാസ് റേറ്റ് 42% ആണ്. സോ MBBS പഠിക്കാനായിട്ട് വിദേശത്ത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളും അവിടുത്തെ യൂണിവേഴ്സിറ്റികളെയും കുറിച്ചൊന്ന് പറയാം. വിദേശത്ത് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 50-ലധികം രാജ്യങ്ങളിൽ MBBS പഠനത്തിനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് അഫോർഡബിൾ ഫീസും നല്ല രീതിയിൽ പഠിച്ച് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനും
അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ UK US പോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പറ്റിയ കൺട്രികളും യൂണിവേഴ്സിറ്റികളുമാണ്. UK USA പോലുള്ള രാജ്യങ്ങളിൽ MBBS പഠനം അവൈലബിൾ ആണ്. പക്ഷേ ഫീസ് അഫോർഡബിൾ അല്ല. അതുപോലെ എൻട്രി ക്രൈറ്റീരിയ വളരെ സ്ട്രിക്റ്റ് ആണ്. എന്നാൽ യൂറോപ്പിലേക്ക് വരുമ്പോൾ ജോർജിയ, ബൾഗേറിയ, മോൾഡോവ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് MBBS പഠനത്തിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രൈം കൺട്രീസ് എന്ന് പറയുന്നത് ബൾഗേറിയ ആണ്, അതുപോലെ ജോർജിയ, മറ്റൊന്ന് മോൾഡോവ, അതോടൊപ്പം തന്നെ ഫിലിപ്പൈൻസും പ്രൈം കൺട്രീസിൽ പെടുത്തി പറയാൻ കഴിയും. പ്രൈം കൺട്രീസ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ കുട്ടികൾ പോവുകയും പഠിക്കുകയും തിരികെ വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂറോപ്പിലോ UK ഒക്കെ പോയി ജോബിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ള കൺട്രികളാണ് നമ്മൾ പ്രൈം കൺട്രീസ് എന്ന് പറയുന്നത്. എൻട്രി ക്രൈറ്റീരിയ വളരെ ഈസിയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റാണ്. അതോടൊപ്പം തന്നെ ലിവിങ് കണ്ടീഷൻസും ഫുഡും മറ്റ് ക്ലൈമറ്റും കൾച്ചറും ഒക്കെ ഈ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അഫോർഡ് ചെയ്യാനും പറ്റുന്ന രാജ്യങ്ങളാണ് പ്രൈം കൺട്രീസ് ആയിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ ജോർജിയയിൽ 18 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ യൂണിവേഴ്സിറ്റികളിലെല്ലാം MBBS അഡ്മിഷൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്നു. വിസ ഫോർ സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഫീസിന് പുറമെ കുട്ടികൾക്കുള്ള അക്കോമഡേഷൻ പാക്കേജോടുകൂടി ചെയ്യുന്ന ഒരു സ്കീം വിസ ഫോർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആ പാക്കേജ് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫീസ് അടച്ച് നിങ്ങളുടെ സർവീസ് ചാർജ് മാത്രം പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് MBBS അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബൾഗേറിയയിലെ ലീഡിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻട്രൻസ് എക്സാംസിലൂടെയാണ് ഇവിടെ അഡ്മിഷൻസ് ലഭിക്കുക. എൻട്രൻസ് എക്സാം 1 ഇയർ ബിഫോറും കറണ്ട് ഇയറിലും നടക്കുന്ന എക്സാംസ് ഉണ്ട്. ഇത്തരം അഡ്മിഷൻസും എക്സാംസും ഒക്കെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എടുത്തു പറയേണ്ട യൂണിവേഴ്സിറ്റികൾ പ്ലവൻ, പോൾഡീവ്, സോഫിയ, അതുപോലെ ടാർക്കോവ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളാണ്. മറ്റ് പോപ്പുലർ ആയിട്ടുള്ള MBBS കൺട്രികൾ എന്ന് പറയുന്നത് ചൈന, ഉക്രൈൻ, റഷ്യ, കിർഗിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുണ്ട്. അതൊന്നും എല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഏത് രാജ്യത്തേക്കും മുന്നേ സൂചിപ്പിച്ച 50-ലധികം രാജ്യങ്ങളിലേക്ക് MBBS അബ്രോഡ് അഡ്മിഷൻ വിസ ഫോർ സ്റ്റഡി ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മേജർ കൺട്രികളിൽ വരുന്ന ഫിലിപ്പൈൻസിൽ 15ഓളം മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയും നല്ല പാസ് റേറ്റോടുകൂടി കുട്ടികൾ പാസ് ഔട്ടായി ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുകയോ US കരിക്കുലം ആയതുകൊണ്ട് US-ലേക്ക് USMLE പാസ്സായി പോയി പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുന്ന സിസ്റ്റമുണ്ട്. ഈ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആംഗ്ലസ് മെഡിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആംഗ്ലസ് യൂണിവേഴ്സിറ്റിയാണ്. അതോടൊപ്പം തന്നെ സെബു യൂണിവേഴ്സിറ്റി വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. മനില മെഡിക്കൽ യൂണിവേഴ്സിറ്റി വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി മോൾഡോവയെ പറ്റി പറയുമ്പോൾ മോൾഡോവയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണുള്ളത്. ആ യൂണിവേഴ്സിറ്റിയിലേക്കും ഞങ്ങൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. നിക്കോളെ സ്റ്റേറ്റ്മെന്റാനോ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി ആണ് മോൾഡോവയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. ഇതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ എടുത്ത് നൽകുന്നു. അവിടെയും ലീഡിംഗ് ആയിട്ടുള്ള 4ഓളം യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. സർ, വിദേശത്ത് നിന്ന് MBBS പഠിക്കുന്നതും ഇന്ത്യയിൽ നിന്ന് MBBS പഠിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് സർ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും വിദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് MBBS പഠിച്ചു കഴിയുമ്പോൾ അതാത് രാജ്യങ്ങളിലെ ലാംഗ്വേജ് പഠിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പഠനശേഷം ആ രാജ്യത്ത് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നു. ബൾഗേറിയയിൽ പോകുന്നവർ ബൾഗേറിയൻ ലാംഗ്വേജ് പഠിക്കുന്നു, ജോർജിയയിൽ പോകുന്നവർ ജോർജിയൻ ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തെ പെർമനന്റ് റെസിഡൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. കോഴ്സിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അവർ എലിജിബിൾ ആകും. UK പോകുന്നവർ UK-യിൽ പെർമനന്റ് റെസിഡൻസിലേക്ക് പോകാനുള്ള റൂട്ട് കിട്ടുന്നു. അപ്പോൾ സെറ്റിൽമെന്റ് റൂട്ട് കൂടിയാണ് ഈ MBBS പഠനം. ഗ്യാരണ്ടി ആയിട്ട് അവർ പോകുന്ന രാജ്യത്ത് MBBS പഠിച്ച് സെറ്റിലാകാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പ്രാക്ടീസ് പീരീഡിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുവാനും അതുപോലെ കൂടുതൽ തിയറി അവർക്ക് കിട്ടുന്നു. തിയറിയോടൊപ്പം തന്നെ പ്രാക്ടീസും ഈക്വലി ഗുഡായിട്ട് വിദേശ MBBS യൂണിവേഴ്സിറ്റികൾ നൽകുന്നു എന്നുള്ളതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ അതേ കോസ്റ്റിൽ ചിലപ്പോൾ അതിലും കുറവുള്ള കോസ്റ്റിൽ വിദേശത്ത് പോയി പഠിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ PG ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാനോ ഉള്ള റൂട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്. ആദ്യകാലത്ത് വളരെ ടഫായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയി തിരികെ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള റൂൾസ് NMC-യും MCA-യും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് MBBS പഠനത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോകുന്നത്. അതിനാൽ തന്നെ തിരികെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഈ 2024 മുതൽ നിലവിലില്ല. അതുകൊണ്ട് വിദേശ MBBS ചൂസ് ചെയ്യുന്നവർ യാതൊന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല. +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിലും വിദേശത്തും MBBS പഠന സാധ്യതകളെ കുറിച്ച് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് അഡ്വക്കേറ്റ് ബെന്നി തോമസ് സാറാണ്. സാറിന് വളരെയധികം നന്ദി. MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.